അതിർത്തി മേഖലകളിൽ ശക്തമായ വെടിവയ്പ് തുടരുകയാണ്. ജമ്മു കാശ്മീർ, പഞ്ചാബ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാന് ഡ്രോൺ ആക്രമണവും ശക്തമാകുന്നു. ഇന്ത്യൻ സൈന്യം അതിശക്തമായി തിരിച്ചടിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 11 ഡ്രോണുകൾ തകർത്തതായിട്ടും റിപ്പോർട്ടുണ്ട്. രജൌരിയിലും പഠാൻകോട്ടിലും പാക് ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട്. പ്രധാനമായും സൈനിക മേഖലകളെ, സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഒന്നുപോലും നിലം തൊടാതെ തകർക്കുവാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ് നമ്മളോടൊപ്പം ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, ദില്ലിയിൽ തലസ്ഥാനത്ത് ഇപ്പോൾ ആദ്യ നിർണായകമായ യോഗം ചേരുന്നു, പ്രധാനമന്ത്രിയുടെ വസതിയിൽ യോഗം ചേരുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ധൂര്, തീർച്ചയായും രണ്ടാം ദിവസം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഷെല്ലാക്രമണവും അതോടൊപ്പം വെടിവെപ്പും ഈ ഡ്രോൺ ആക്രമണവും തുടരുന്നൊരു സാഹചര്യത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള യോഗങ്ങളാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ മേഖലകളിൽ വരുത്തേണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രി ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി സംസാരിച്ചിരിക്കുന്നു. ഈ മേഖലകളിലെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമാകുന്നത്. അതോടൊപ്പം സൈനിക മേധാവിമാരുമായി ഇപ്പോൾ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ രണ്ടാം ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ തിരിച്ചടിക്കണം അല്ലെങ്കിൽ എന്ത് പ്രതിരോധമാണ് നടത്തേണ്ടതെന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ സൈനിക മേധാവിമാരുമായി, അതായത് നാവികസേനയുടെയും കരസേനയുടെയും വ്യോമസേനയുടെയും മേധാവിമാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സംയുക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകാൻ തന്നെയായിരിക്കും പ്രധാനമന്ത്രി സേനാ മേധാവികൾക്ക് നിർദ്ദേശം നൽകുക എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ അജിത് ഡോവൽ, അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഉണ്ടാകുന്ന ഈ ആക്രമണം, അതായത് സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ ആക്രമണത്തെ എന്ത് വില കൊടുത്തും തടയുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതുണ്ട്. ഏത് വിധേനയാണ് ഒരു തിരിച്ചടി നൽകേണ്ടത്, അല്ലെങ്കിൽ ഏത് മുഖേനമാണ് ഇത്തരത്തിലൊരു പ്രകോപനം തടയാൻ ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ എടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട യോഗങ്ങളാണ് ഇപ്പോൾ ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഈ നിർണായക യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈനിക മേധാവിമാരുമായാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. ദില്ലിയിൽ തിരക്കിട്ട യോഗങ്ങൾ നടക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. അതോടൊപ്പം ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ നിരന്തരമായി വിലയിരുത്തലുകളുമായി കേന്ദ്ര സർക്കാരും അതോടൊപ്പം സേനാ വിഭാഗങ്ങളിലെ മേധാവികളും മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും രണ്ടാം ദിവസവും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഇന്ത്യ എല്ലാ മേഖലകളിലും സുസജ്ജമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രകോപനത്തിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകേണ്ടതുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ദില്ലിയിൽ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മേഖലകളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഇപ്പോൾ ഈ വെടിവെപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ ആക്രമണങ്ങൾ വിവിധ മേഖലകളിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നു. അതായത് അമൃത്സറിലെ വിമാനത്താവളം നേരത്തെ മെയ് 10 തീയതി വരെയായിരുന്നു അടച്ചിട്ടിരുന്നത്. അതിൻ്റെ ഒരു കാലാവധി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. മെയ് 15 വരെ ഈ അമൃത്സറിലെ വിമാനത്താവളം പ്രവർത്തിക്കില്ല, പൂർണ്ണമായും അടച്ചിടുമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് പ്രത്യേകിച്ചും ഈ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന നടപടികളുമായാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സേനാ വിഭാഗത്തിനെയും അതോടൊപ്പം ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പഞ്ചാബിലെ 7 ഇടങ്ങളിൽ ഇപ്പോൾ ഏറ്റുമുട്ടലുകളും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഡ്രോൺ വിക്ഷേപണവും വന്നിരിക്കുന്നു. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സേന മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ ഈ സേനാ വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പ്രധാനമായും ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ നീക്കങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിൽ
ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് തിരിച്ചടിക്കണമെന്ന നിർദ്ദേശം സേനാ മേധാവി ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിന്റെ 10ഓളം മേഖലകളിലും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകളിലേക്കും ഡ്രോൺ ആക്രമണവും അതോടൊപ്പം വെടിവെപ്പും ഷെല്ലാക്രമണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ തന്നെയായിരിക്കും ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുക. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള പ്രതിരോധ മന്ത്രാലയവും അതോടൊപ്പം സൈനിക മേധാവികളും ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്നുള്ളതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കാരണം ഏത് ഘട്ടത്തിൽ പോലും തിരിച്ചടിക്കാൻ ഇന്ത്യ സുസജ്ജമാണ് എന്ന് തന്നെയാണ് ഈ യോഗങ്ങളിൽ നിന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായാലും ഈ മേഖലകളിൽ ഇപ്പോഴും ഈ വെടിവെപ്പ് ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു. ഉറി മേഖലയിൽ ഇപ്പോൾ ഷെല്ലാക്രമണം നടന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. രണ്ടാം ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. എന്തായാലും ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഇന്ത്യ നൽകുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാം ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഷെല്ലാക്രമണവും അതോടൊപ്പം വെടിവെപ്പും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അബ്ദുൾ റഷീദ് ഈ പറഞ്ഞ പോലെ രജൌരിയിൽ ഇത്തരത്തിൽ അതിശക്തമായ വെടിവയ്പ് നടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. രജൌരിയിൽ അതിശക്തമായ വെടിയൊച്ച കേൾക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചാബ്, രജൌരി, ഇത്തരത്തിൽ പത്താൻകോട്ട് ഉൾപ്പെടെയുള്ള എല്ലായിടങ്ങളിലും ഷെല്ലാക്രമണം നടക്കുന്നു എന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അതിർത്തി മേഖലകളെല്ലാം തന്നെ സജീവമായി വെടിയൊച്ച കേൾക്കുന്നു, അല്ലെങ്കിൽ വെടിവെപ്പ് അതിശക്തമായി നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയധികം അതിശക്തമായി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, ഇന്ത്യ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇത്ര നിർണായകമായ ഒരു യോഗം ചേരുന്നത് എന്നുള്ളതും വളരെ വലിയ രീതിയിലുള്ള പ്രാധാന്യം അർഹിക്കുന്നു. കാരണം ഈ യോഗത്തിന് ശേഷം ഇപ്പം നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കുവാനാണ് ശ്രമിക്കുന്നത്. നേരെ മറിച്ച് എന്തായിരിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ അടുത്ത നീക്കം എന്ന തരത്തിലുള്ള തീരുമാനങ്ങളാവില്ല ഈ ഒരു നിർണായക യോഗത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം കൈക്കൊള്ളുക. ആ രീതിയിലേക്ക് കൂടി ഇത്തരത്തിലുള്ള ചർച്ചകൾ വഴിവെക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ സൈന്യത്തിന് നേരെ, അതായത് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളുടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ വീണ്ടും ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ മിനിറ്റുകളിൽ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് തടയുന്നതിനാവശ്യമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ മേഖലകളിലുള്ള, അതായത് അതിർത്തി മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ദില്ലിയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഈ ഷെല്ലാക്രമണത്തിന് പിന്നാലെ അതോടൊപ്പം ഈ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ട്. വിവിധ ചെയ്തിരുന്നു. ഇത്തരത്തിൽ നിരവധി ആയിട്ടുള്ള ഡ്രോണുകൾ എത്തുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ആരായേണ്ടതുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലയിൽ കൃത്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ചേരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഇപ്പോൾ വെടിവെപ്പ് ഉണ്ടാവുകയാണ്. ഒരേ സമയം കരസേന വിഭാഗങ്ങളും അതോടൊപ്പം വ്യോമ വിഭാഗങ്ങളും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ആകാശ യുദ്ധം എന്ന് വിശേഷിപ്പിക്കാൻ എത്തിയിരുന്നത്. ഇന്നും സമാനമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടാകുന്നു. അതോടൊപ്പം ഈ അതിർത്തി മേഖലകൾ വെടിവെപ്പുണ്ടാകുന്നു. ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള സമീപനം രണ്ടാം ദിവസവും ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിലേക്ക് പാകിസ്ഥാൻ ഉതിർത്ത് വിടുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ്. എന്തായാലും ഇന്ത്യൻ സേന കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പഞ്ചാബിലെ വിവിധ ഇടങ്ങളിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പത്താൻകോട്ടിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഉറിയുടെ വിവിധ മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു. കുപ്വാരയിലും അതോടൊപ്പം മറ്റു മേഖലകളിലും ഇപ്പോഴും വെടിവെപ്പുകൾ തുടരുന്നു എന്നുള്ളതും ഏറെ നിർണായകമാണ്. കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യൻ സേന നടത്തുകയും
കൃത്യമായി, അതായത് റഡാർ സംവിധാനങ്ങളൊക്കെ തന്നെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഇന്ത്യൻ സേന നടത്തിക്കൊണ്ട് വരികയാണ്. അതോടൊപ്പം നാവികസേനയുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഈ മേഖലകളിൽ നടക്കുന്നുണ്ട്. കൊൽക്കത്ത അടക്കമുള്ള തുറമുഖങ്ങളിൽ കൃത്യമായിട്ടുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം വ്യോമ രീതിയിലായിരുന്നു, അല്ലെങ്കിൽ ആകാശത്തിലൂടെയുള്ള ഒരു ഡ്രോൺ ആക്രമണങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്ക്, അതായത് കടൽ തീരവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലേക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഡ്രോണുകൾ എത്താവുന്ന ഒരു സാഹചര്യം നേരത്തെ സേനാ വിഭാഗങ്ങൾ വിലയിരുത്തി. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ തുറമുഖ ാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഏറെ നിർണായകമാവുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഈ മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. കാരണം രണ്ടാം ദിവസവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഇന്ത്യൻ സേനയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്ക് വിലയിരുത്താവുന്നതാണ്.